ഇതുവരെ നിങ്ങൾ കണ്ടത് മിങ്കു കരടിയും മോണ്ടും കുരങ്ങന്റെ കാര്യങ്ങളായിരുന്നു. രണ്ടുപേരും തുരങ്കത്തിന്റെ അകത്തുപോയി ആ വിളക്ക് നേടിയെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അവർ ആ വിളക്ക് ഗ്രീൻ ഡ്രാഗന് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ വിസ്മതിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഗ്രീൻ ഡ്രാഗൻ അവർ രണ്ടുപേരെയും ആ തുരങ്കത്തിന്റെ അകത്ത് തന്നെ വിട്ടിട്ട് അങ്ങ് പോകുന്നു. അവരാ വിളക്ക് തടവി ഇരുന്നപ്പോൾ മിങ്കു കരടിയുടെയും മോണ്ടു കുരങ്ങന്റെ മുമ്പിൽ ഒരു ജിന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇനി മുൻപോട്ട്. ഞാൻ ചോദിക്കുന്നു, എന്താണ് എന്റെ യജമാനന്റെ ഉത്തരവ്? മോങ്കു കുരങ്ങനും മിങ്കു കരടിയും അത്ഭുതത്തോടെ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ ബധിരരാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് ആഗ്രഹങ്ങൾ ചോദിക്കാം. ഞാൻ നിങ്ങളുടെ കേൾവി ശക്തി സുഖപ്പെടുത്താം. ഇത് എന്ത് തരം മൃഗമാണ്? എന്തു പറഞ്ഞു? മൃഗമെന്നോ? ഇവന്മാർക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളോടെല്ലാം ശരിയായി വിശദീകരിക്കാം. ഞാൻ ഒരു ജിന്നാണ്. ഞാൻ ഈ വിളക്കിനുള്ളിലാണ് താമസിക്കുന്നത്. ആരാണോ എന്നെ വിളക്കിനുള്ളിൽ നിന്നും വിളക്കുരസി പുറത്തെത്തിക്കുന്നത് അവർക്ക് ഞാൻ എൻ്റെ മന്ത്രശക്തി കൊണ്ട് ആഗ്രഹങ്ങൾ സബലീകരിച്ചു കൊടുക്കും. ഓ, അതുകൊണ്ടാണല്ലേ ആ ഗ്രീൻ ഡ്രാഗൺ ഇത് കിട്ടണം എന്ന് വന്ന് വാശി പിടിച്ചത്. നിനക്ക് ഞങ്ങളെ ഈ ഗുഹയിൽ നിന്നൊന്ന് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത്ര ചെറിയൊരു ആഗ്രഹം ചോദിച്ചുകൊണ്ട് നിങ്ങളൊരു ജിന്നിനെ അപമാനിക്കുകയാണ്. ഇത് പറഞ്ഞതുകൊണ്ട് ജിന്ന് കാറ്റത്ത് കൈ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും തറയിൽ നിന്ന് നല്ല പടികൾ മേളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. രണ്ടുപേർക്കും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ ഈ തുരങ്കത്തിൽ നിന്ന് 3 പേരും പുറത്തോട്ട് വന്നു. അവര് പുറത്തിറങ്ങി വന്നപ്പോൾ തന്നെ ഭൂമി ഒരുമിക്കുകയും ചെയ്തു. അങ്ങനെ ആ തുരങ്കത്തിന്റെ വാതിൽ അടഞ്ഞുപോയി. യജമാനൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സബലീകരിച്ചിരിക്കുന്നു. ഇനി ഞാൻ പോകുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജിന്ന് നേരെ വിളക്കിന്റെ അകത്തോട്ട് പോയി. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജിന്ന് ഒരു പ്രാവശ്യം ഒരു ആഗ്രഹമേ സാധിച്ചു തരുള്ളൂ. അതെ, ഇനി എനിക്ക് തായത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മോണ്ടു കുരങ്ങൻ മിങ്കു കരടിയിൽ നിന്നും ആ വിളക്ക് കയ്യിലെടുത്തു. എന്നിട്ട് അവൻ തടവിക്കൊണ്ടേയിരുന്നു. ആ വിളക്കിൽ നിന്നും ജിൻ പുറത്തോട്ട് വന്നു. എന്താഗ്രഹമാണ് സാധിച്ചു തരേണ്ടത് യജമാനൻ? ജിൻ, എന്റെ ശരീരത്തെ ഒരു മാന്ത്രികം ചെയ്യണം. എനിക്ക് ഒരു രീതിയിലും തീ കൊള്ളാൻ പാടില്ലാത്ത മാന്ത്രികം. ജിൻ അങ്ങനെ മോണ്ടു കുരങ്ങന്റെ തലയിൽ കൈ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് വീണ്ടും ആ വിളക്കിന്റെ അകത്തോട്ട് പോയി. എനിക്കിപ്പോ നല്ല ശക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. യെസ്! മോണ്ടു കുരങ്ങൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു. അവന്റെ കൈ കൊണ്ട് ആ വിളക്ക് നേരെ വെള്ളത്തിന്റെ അകത്തോട്ട് പോയി. മോണ്ടു കുരങ്ങ, നീ ഇതെന്താണ് ചെയ്തത്? അയ്യോ എടാ, അറിയാണ്ട് പറ്റിപ്പോയതാണ്. നമുക്കാണെങ്കിൽ സമയം പോലുമില്ല ഇവിടെ തന്നെ നിന്നോണ്ടിരിക്കാന്. നീ ഇത് വെള്ളത്തിൽ നിന്നും എടുക്കാനുള്ള പണി നോക്കാം. ഞാൻ ആ സമയം കൊണ്ട് ആ 3 ഡ്രാഗൺസിന് ഒരു പണി കൊടുക്കണ വല്ല കാര്യം നോക്കട്ടെ. മോണ്ടു കുരങ്ങൻ അവിടെ നിന്ന് പോയി. മിങ്കു കരടി ആ വെള്ളത്തിൽ നിന്നും ഇതെടുക്കാനുള്ള വഴി ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്താണെങ്കിൽ ഗ്രീൻ ഡ്രാഗനും ബ്ലൂ ഡ്രാഗനും കൂടി കാട്ടിലെ എല്ലാ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ നോക്കുകയായിരുന്നു. ഗ്രീൻ ഡ്രാഗൺ, നീ ഞങ്ങളെ ഈ ബ്ലൂ ഡ്രാഗണിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഞങ്ങളുടെ ഈ കാട് എന്തിനാണ് നശിപ്പിക്കുന്നത്? നിങ്ങളുടെ മരണസമയം അടുത്തെത്തിക്കഴിഞ്ഞു. മരിക്കേണ്ട സമയം ഞങ്ങളുടെ അല്ല, നിങ്ങളുടെയാണ് ആവുന്നത് ഗ്രീൻ ഡ്രാഗൺ. വീരനാവാൻ ശ്രമിക്കുന്ന ഈ വിഡ്ഢിയെ അവരെന്തായാലും ഇന്ന് കൊന്നുകളയും. നീ ഞങ്ങൾ രണ്ടുപേരെയും കൊല്ലുമെന്നോ? നീ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഗ്രീൻ ഡ്രാഗൺ വാ കൊണ്ട് ഒരു തീയിന്റെ കോളം അങ്ങ് വിട്ടു. അത് വിട്ടിട്ട് പക്ഷെ മോണ്ടു കുരങ്ങന്റെ ശരീരത്ത് ഒരു കുഴപ്പവും വന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തീകോളങ്ങളെ ആയുസ് കട്ട പോലെ ആയിപ്പോയെന്ന്. ഇത് കേട്ടതോടെ 2 ഡ്രാഗൺസും ഭൂമിയിലോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് മോണ്ടു കുരങ്ങനെതിരായിട്ട് 2 പേരും അങ്ങോട്ടിങ്ങോട്ടും വട്ടം ചുറ്റി നിന്നു. മോണ്ടു കുരങ്ങൻ ഗ്രീൻ ഡ്രാഗന് നല്ലൊരു ഇടി അങ്ങ് വെച്ചുകൊടുത്തു. പക്ഷെ അവന് ഒരു കുഴപ്പവും വന്നില്ല. ഒരു വശത്തുനിന്ന് ഗ്രീൻ ഡ്രാഗൻ അവനെ അങ്ങ് പിടിച്ചു. അപ്പുറത്തുനിന്നാണെങ്കിൽ ബ്ലൂ ഡ്രാഗനും പിടിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു ബോളിനെ എറിയുന്ന പോലെ തന്നെ അവനെ ഇങ്ങനെ എറിഞ്ഞോണ്ടിരുന്നു. അയ്യോ അയ്യോ, എന്നെ രക്ഷപ്പെടുത്തണേ, ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് തല കറങ്ങുന്നേ.
എന്നിട്ട് രണ്ടുപേരും കൂടെ ചേർത്ത് അവന് ഒരു വിടലങ്ങ് വിട്ടു. അവൻ നേരെ ചെന്ന് വീണതോ സിംഹത്തിന്റെ മുമ്പിലായിരുന്നു. എന്തേ നിന്റെ ഹീറോയിസം എല്ലാം തീർന്നു പോയോ? സിംഹം സ്വന്തം ജീവൻ പോലും നോക്കാതെ രണ്ടുപേരുടെ മുമ്പിലോട്ട് അങ്ങ് കടന്നങ്ങ് പോയി. രണ്ടുപേരും കൂടെ ചേർന്ന് വാ കൊണ്ട് തീഗോളങ്ങൾ സിംഹത്തിന്റെ നേർക്ക് ഇട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആ തീന്റെ ഗോളങ്ങൾ നോക്കുമ്പോൾ ഐസിന്റെ ഗോളങ്ങളായിട്ട് ഭൂമിയിലോട്ട് വീഴുന്നു. നമുക്കിതെന്താണ് സംഭവിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളുടെ തീ ഗോളങ്ങൾ ഐസ് കട്ട പോലെ ആയെന്ന്. നിന്റെ കളികളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഗ്രീൻ ഡ്രാഗൺ. എല്ലാരും നോക്കുമ്പോ മിങ്കു കരടി ആ ജിന്നിനെയും കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ എത്തി. അതുപോലെ അവന്റെ കയ്യിൽ മാന്ത്രിക വിളക്കും ഉണ്ടായിരുന്നു. മിങ്കു ബാലു, മാന്ത്രിക വിളക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? തരൂ എന്റെ കുഞ്ഞെ, അതിനെ എനിക്ക് തരൂ. ഞങ്ങൾ നിങ്ങളുടെ ഈ കാട് വിട്ട് തന്നെ പൊയ്ക്കോളാം. എന്റെ പൊന്നുമോനല്ലേ, തരൂ. ജിൻ, ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ശിക്ഷ കൊടുക്കണം. ഇനി ഒരിക്കലും ഇവർ ഈ കാട്ടിലോട്ട് വരാനുള്ള ധൈര്യം കാണിക്കരുത്. ആഗ്രഹം പറഞ്ഞാൽ യജമാനൻ. ഇത് പറഞ്ഞത് കൊണ്ട് ജിൻ അവരുടെ അടുത്തോട്ട് പോയി. നിങ്ങൾക്ക് രണ്ടുപേർക്കും അഗ്നിഗോളങ്ങൾ വളരെ ഇഷ്ടമാണല്ലേ? പിടിച്ചോളൂ, എന്റെ കയ്യിലുണ്ട് ഒരു സ്പെഷ്യൽ അഗ്നിഗോളം. ഇങ്ങനെ പറഞ്ഞിട്ട് ജിന്ന് സ്വന്തം മാന്ത്രികം വെച്ച് വലിയൊരു തീഗോളം ഉണ്ടാക്കി നേരെ അവരിൽ എറിഞ്ഞു. അവർ രണ്ടരത് ചിറകിൽ തീ പിടിച്ചു. അവർ രണ്ടർ പിടയ്ക്കാൻ തുടങ്ങി. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നേ. എന്തേ ഇപ്പൊ മനസ്സിലായോ തീന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്? രണ്ടുപേരുടെ ചിറക് കത്തിക്കരിഞ്ഞു പോയി. അവർ രണ്ടുപേർക്ക് ഇനി പറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ജിന്നാണെങ്കിൽ സ്വന്തം മാന്ത്രികം ഉപയോഗിച്ച് ഒരു കയറ് വെച്ച് അവർ രണ്ടുപേരെ കൈ അങ്ങ് കെട്ടിയിട്ടു. പ്രിയപ്പെട്ട മൃഗങ്ങളെ, ഇനി നിങ്ങളെല്ലാവരും ഇവരോടുള്ള ദേഷ്യം തീർത്തോളൂ. ഇത് കേട്ടതോടെ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ഇവരെല്ലാം അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി. എന്റെ അമ്മച്ചിയെ, അയ്യോ, ഞങ്ങൾ പോവാണ് പ്രിയപ്പെട്ട മൃഗങ്ങളെ. എല്ലാ മൃഗങ്ങളും നല്ല രീതിയിൽ അവരെ അടിച്ചു. അവര് രണ്ടുപേരും പെടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. പറയൂ ഗ്രീൻ ആൻഡ് ബ്ലൂ ഡ്രാഗൺ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നോ അല്ലെങ്കിൽ ഇനിയും പണി വേണോ നിങ്ങൾക്ക്? വേണ്ട, ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഇങ്ങനെ പറഞ്ഞ് അവര് രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോയി. അവരിങ്ങനെയല്ല പോവേണ്ടിയിരുന്നത്. അവർ തീ കൊണ്ടുള്ള ഗോളങ്ങളല്ലേ ആഗ്രഹിച്ചത്. നിങ്ങൾ മഞ്ഞുകൊണ്ടുള്ള ഗോളങ്ങൾ അവർക്ക് കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ജിന്ന് നല്ലൊരു മാന്ത്രികം ചെയ്തോടെ അപ്പോഴത്തേക്കും ഭൂമിയിൽ കുറെ ഐസിന്റെ ഗോളകൾ അവിടെ വന്നു. എല്ലാ മൃഗങ്ങളും ഓരോ ഐസിന്റെ ഗോളകൾ എടുത്ത് നേരെ അവർക്കെതിരെ എറിയാൻ തുടങ്ങി. അവരാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കൂടെ ഐസിന്റെ ഗോളകൾ ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. എല്ലാ മൃഗങ്ങളും ഇവരെ ഓടുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. മോട്ടുകുരങ്ങ, പിങ്കുക്കരടി, ഈ വിളക്കിലും ജിന്നിലും എന്ത് രഹസ്യമുള്ളത്? ഇത് കേട്ടപ്പോൾ മിങ്കു കരടി ഉണ്ടായ എല്ലാ കഥകളും എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും ഈ വിളക്കിന് വേണ്ടിയാണല്ലേ നമ്മളോട് ഇത്രയും യുദ്ധം ചെയ്തത്. നീ നല്ലൊരു കാര്യമാണ് ചെയ്തത് മിങ്കുക്കരടി. അപ്പൊ ഞാനൊന്നും ചെയ്തില്ലെന്നാണോ സിംഹമേ? അതേ മോട്ടുകുരങ്ങ, നീയും നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്. ഇത് കേട്ടതോടെ മോണ്ടുകുരങ്ങനും ഒരുപാട് സന്തോഷായി. ഞാനിപ്പോൾ പോവുകയാണ് യജമാനനെ. അങ്ങയുടെ ആഗ്രഹം നിറവേറ്റിയില്ലേ? ആവശ്യമെങ്കിൽ എന്നെ വീണ്ടും ഓർത്താൽ മതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജനമാന്ത്രിക വിളക്കിലോട്ട് തിരിച്ചുപോയി. മിങ്കു കരടിയും മോണ്ടു കുരങ്ങനും അങ്ങോട്ടിങ്ങോട്ടും സന്തോഷം കൊണ്ട് കൈയടിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ള മൃഗങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു.